ഇത് കണ്ടോ, ഇന്ന് നമുക്ക് സൂപ്പർ ഒരു കടുമാങ്ങ ഉണ്ടാക്കാമേ. അപ്പോൾ അതിനായിട്ട് ഞാൻ 3-4 മാങ്ങ എടുത്തിട്ടുണ്ട്. ചെത്തി നന്നായിട്ടത് കട്ട് ചെയ്ത് ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇന്നലെ ഞാനിത് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചു. ഇന്നാണ് അച്ചാറിടുന്നത്. അതിനായിട്ട് ഞാൻ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം അരിഞ്ഞ് വെച്ചിട്ട് പാൻ വെച്ച് അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്ക് കടുക് ഇട്ട് പൊട്ടിയ ശേഷം ഉലുവയും ഇട്ട് കൊടുത്തു. പിന്നീട് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് വഴറ്റിയ ശേഷം അതിലേക്ക് 2 സ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്കിതൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് കുറച്ച് കായപ്പൊടിയോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ മാങ്ങ അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇങ്ങെടുക്കാമേ. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷമാണ് മാങ്ങ അതിലേക്കിട്ടത്. ഇളക്കി യോജിപ്പിച്ച് തണുത്ത ശേഷം നമുക്കിതുപോലൊരു ചില്ലുകുപ്പിയിലേക്ക് ഇട്ട് വയ്ക്കാമേ. ഇതിൽ ഞാൻ വിനാഗിരി ചേർത്തിട്ടില്ലേ. മാങ്ങ നല്ല പുളിയുള്ളതാണ്. വിനാഗിരിയോടെ ചേർത്ത് കഴിയുമ്പോൾ കൂടുതൽ പുളിയാകുമല്ലോ. ഇത് ഒത്തിരി നാൾ വെച്ചേക്കാനല്ല, അതുകൊണ്ട് ഞാൻ വിനാഗിരി ചേർത്തിട്ടില്ലേ. അങ്ങനെ നമ്മുടെ സൂപ്പർ കടുമാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.